ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് ചൈനയുടെ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ മൗനമായി നിന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് തെളിവ് ലഭിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പോൾ പ്രതിപക്ഷം ശബ്ദിക്കേണ്ട, പ്രതിപക്ഷ നേതാവ് സംസാരിക്കേണ്ട എന്നുള്ള ആ ഒരു തീട്ടൂരം അവർ കൽപ്പിക്കുകയും അതിനനുസരിച്ച് ഇന്ത്യയുടെ പാർലമെൻ്ററി ജനാധിപത്യം മുന്നോട്ട് പോയിക്കൊള്ളണം എന്നുള്ള നിലയിൽ അവർ പെരുമാറിയപ്പോഴാണ് ഞങ്ങൾ സമരം ചെയ്യാൻ നിർബന്ധിതരായത്. അതല്ലാതെ ഞങ്ങൾ നേരം വിളിക്കുമ്പോൾ സമരം ചെയ്യണമെന്നും പാർലമെൻറ്റിലെ നടപടികൾ തടസ്സപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചു വരുന്നവരല്ല. പക്ഷേ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി ഈ വിധത്തിലുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കണം എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വരികയായിരുന്നു. അപ്പോൾ ഞങ്ങൾ സമരം ചെയ്യാൻ നിർബന്ധിതരായി സമരം ചെയ്തു. സ്വാഭാവികമായും അതിൻ്റെ പേരിൽ അവർക്കതിനെ തടുത്തു നിർത്താൻ കഴിയില്ല എന്ന നില വന്നു. അവർ സസ്പെൻഷനിലേക്ക് കടന്നു. ഞങ്ങൾ സസ്പെൻഷൻ ഏറ്റുവാങ്ങി. പക്ഷേ കഴിഞ്ഞ 17ാം ലോക്സഭയുടെ ഭാഗമായി നിന്നപ്പോഴൊക്കെയും ഈ വിധത്തിലുള്ള ഒരു പാർലമെൻറ്റ് കൂടിച്ചേരുമ്പോൾ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പോകാനുള്ള ഒരു ഇടപെടൽ കൂടി ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ അവർ സസ്പെൻഷൻ പിൻവലിച്ചിട്ടില്ല. ഇപ്പോൾ ബഡ്ജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ ഭാഗം ഇന്ന് അവസാനിച്ചു. ഇനി രണ്ടാം ഭാഗം മാർച്ച് മാസത്തിൽ വരും. അപ്പോൾ ഈ എൻ്റയർ സെഷൻ എന്നുള്ളത് ബഡ്ജറ്റ് സമ്മേളനത്തിൻ്റെ അവസാനം വരെയും പുറത്തു നിൽക്കണം എന്നുള്ള ആ ഒരു നിലയിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നിർത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം ഈ വിധത്തിൽ ആകാൻ പാടില്ല, മറിച്ച് ഉദാത്തമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെയുള്ള ക്രിയാത്മകമായ ചർച്ചകളൊക്കെ കൂടുതൽ നല്ല നിലയിൽ നടക്കുന്ന രീതിയിലേക്ക് ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായി മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു വാദത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ക്രിയാത്മക പ്രതിപക്ഷമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോരാടുന്നത്. ഏതായാലും സസ്പെൻഷൻ പിൻവലിച്ചിട്ടില്ല. ഞങ്ങൾ ശക്തമായ പോരാട്ടത്തിലൂടെ ഇനിയും തുടർന്നും മുന്നോട്ട് പോകുമെന്നാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഒരു സർക്കാർ ഉണ്ടാകും എന്നുള്ള ജനകീയ വിധിയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലുണ്ടായത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഡീൻ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട പാർലമെൻറ്റിൻ്റെ ഒരു സമ്മേളനം ഇന്ത്യൻ പാർലമെൻ്ററി ഡെമോക്രസിയിലെ ഏറ്റവും നിരാശാജനകമായ ഒരു സെഷനായിരുന്നു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങളെ ഹനിക്കുന്ന, പാർലമെൻ്ററി ഡെമോക്രസിയിൽ ഓപ്പോസിഷൻ സ്പേസ് കവർന്നെടുക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സസ്പെൻഷൻ. പക്ഷേ ഭാരത് ജോഡോ യാത്രയിലും തുടർന്നുള്ള ഓപ്പോസിഷൻ ലീഡർ എന്നുള്ള രീതിയിലും ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആശയങ്ങൾ അത് ഇന്ത്യയിലെ BJP RSS സംഘപരിവാർ ശക്തികൾക്കെതിരെ അതിശക്തമായി യാതൊരു ഭീഷണിക്കും വഴങ്ങാതെ അദ്ദേഹത്തിൻ്റെ അംഗത്വം റദ്ദ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. പക്ഷേ ഇന്ത്യ-US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട കർഷകർക്ക് വിരുദ്ധമായ കർഷക വിരുദ്ധ നിലപാട് സ്വീകരിച്ചതടക്കം, അതുപോലെ തന്നെ കരാറിലുള്ള അപാകതകളും എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഗവൺമെൻറ്റിനെ ശ്രീ ഡീൻ സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ പ്രതിരോധത്തിലാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അപ്പോൾ പാർലമെൻ്ററി ഡെമോക്രസിയിൽ ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ്. പക്ഷേ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ആ ഉത്തരവാദിത്വം പാർലമെൻറ്റിൻ്റെ സ്പീക്കർ അടക്കമുള്ള ആളുകൾ റിമൈൻഡർ ഓഫ് ദ സെഷൻ, ബഡ്ജറ്റ് സെഷൻ ഏപ്രിൽ അവസാനിക്കുന്ന സെഷൻ വരെയാണ് സസ്പെൻഷൻ. പക്ഷേ ആ സസ്പെൻഷൻ ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു വലിയ അംഗീകാരമായി ഞങ്ങൾ കണക്കാക്കുകയാണ്. ഞങ്ങളുടെ പോരാട്ടം പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും, ഒന്ന് ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ, പാർലമെൻ്ററി ഡെമോക്രസി പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച ഇതിൻ്റെ മറവിൽ നടക്കുന്ന ഒരുപാട് ഇന്ത്യയുടെ താല്പര്യങ്ങൾ അടിയറവ് വെച്ചുകൊണ്ട് അമേരിക്കയുടെ മുമ്പിൽ കീഴടങ്ങിയ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടം ഞങ്ങൾ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി നൽകിയ നിർദ്ദേശവും അതുതന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.